കാലഘട്ടത്തിൽ എപ്രകാരമായിരിക്കണം എന്നാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ഈ ടോപ്പിക്കിൻ്റെ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട് പാഡിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോട്ട് പാഡും പേനയും എല്ലാ ഫയലും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഈ ക്ലാസ്സുകൾക്ക് ശേഷം ഉച്ചകഴിഞ്ഞ സെഷനിൽ ചർച്ചകളുണ്ട്. ആ ചർച്ചയിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ സമയത്ത് ആരോടാണോ ക്ലാസ് എടുത്ത് ആരോടാണോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, ആ സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ഡിസ്കഷൻ്റെ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം, സമകാലീന ചിന്ത, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റഡിയിലേക്ക് നമ്മൾ പോകണം. എന്താണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധം? എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാം. സമൂഹം ഓരോ ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കുട്ടികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനൊപ്പം മാറ്റം നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന തിയറി ഒന്നുമല്ല ഞാനിവിടെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൻ്റെ ഓരോ വർഷം കഴിയുന്തോറും അത് സമൂഹം ഓരോ സമയം കഴിയുമ്പോൾ സഭയും സമൂഹവും അതിൻ്റെതായ തലങ്ങളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദാഹരണം ഞാൻ പറയാം. 1960 ജനിച്ച വ്യക്തി ചിന്തിക്കുന്ന പോലാണോ 2006 ജനിച്ച കുട്ടി ചിന്തിക്കുന്നത്? ആണോ? അല്ല. അവൻ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. അതിന് ഉദാഹരണമാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും പറയത്തില്ലേ, ഈ അച്ഛനെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇങ്ങനൊന്നും അല്ലെന്നേ. അപ്പൊ നമ്മൾ അച്ഛനെക്കാട്ടി വലുതാകണോ നീ, അമ്മയെക്കാട്ടി വലുത്? അതല്ല. നമ്മളവിടെ അംഗീകരിക്കേണ്ടത് ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറകൾ, ജനറേഷനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ചപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ അവൻ ഓരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സമൂഹം മാറുന്നു, സൊസൈറ്റി മാറുന്നു, ഒപ്പം വിദ്യാർത്ഥികൾ മാറുന്നു, കുഞ്ഞുങ്ങൾ മാറുന്നു, ഇവരുടെ മനസ്സും മാറുന്നു. അത് നമ്മൾ ആദ്യമേ അംഗീകരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനറേഷൻ ഗ്യാപ്പ്, തലമുറകൾക്കിടയിലുള്ള വ്യത്യാസം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ തലമുറകൾക്കിടയിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കയ്യിലും ഒരു 6 വയസ്സ് വ്യക്തിയുടെ ഉള്ള കുഞ്ഞിൻ്റെ കയ്യിലും ഒരേ തരത്തിൽ ഒരേ കമ്പനിയുടെ ഒരേ മോഡൽ മൊബൈൽ ഫോൺ കൊടുക്കുക. ആരായിരിക്കും എത്ര പെട്ടെന്ന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്? കുട്ടിയെ 6 വയസ്സ് കുട്ടിയാണോ 40 വയസ്സാണോ? 6 വയസ്സ് ഉറപ്പാണ്. ഇതാണ് ജനറേഷൻ ഗ്യാപ്പ്. നമ്മൾ 40 വർഷം ജീവിച്ചത് അവൻ 6 വർഷം കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ലേൺ ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ജനറേഷൻ ഗ്യാപ്പ്, ആ തലമുറകൾക്കിടയിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. 2013 മെയ് 18 ഒരു 12 മണി കഴിഞ്ഞ ഈ സമയത്തേക്ക് നമ്മൾ എത്തിയപ്പോൾ ഈ സമയം ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ള സാധനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ഡേസ് ഗ്യാപ്പാണ്, ദിവസ വ്യത്യാസം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്ന് 2013 മെയ് 18 12 മണിക്ക് ജനിക്കുന്ന കുട്ടിയുടെ ചിന്താ തലമല്ല 2019 രാവിലെ 10 മണിക്ക് ജനിക്കുന്ന കുട്ടിയുടെ തലം. അത്രമാത്രം സമൂഹം മാറി, സൊസൈറ്റി മാറി, കുഞ്ഞുങ്ങൾ മാറി. അപ്പോൾ ഇവിടെ അധ്യാപകൻ ശ്രദ്ധിക്കണം. ഡേസ് ഗ്യാപ്പ്, ദിവസ വ്യത്യാസത്തെ അംഗീകരിക്കാൻ തയ്യാറാകണം. ഞാൻ 60 വർഷമായി ജനിച്ച്, എനിക്ക് കുറെ ഓണം ഉണ്ട്. ഞാനത് പഴമൊഴി പറയാണ്. ഇപ്പോൾ അവർക്കും ആരും എന്നെ ക്രിറ്റിസൈസ് ചെയ്തേക്കല്ലേ, ബന്ധക്കോസ് മീറ്റിങ്ങിൽ വന്ന് ഓണം ഉണ്ട് എന്നൊക്കെ പറയാം. ഇത് പഴമൊഴി. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകൻ മനസ്സിലാകാൻ വേണ്ടി പല കാര്യങ്ങളും പറയും. നിന്നെക്കാട്ടി ഒരു 10 ഓണം ഞാൻ കൂടുതലുണ്ടാണ്, പിന്നെ നിനക്കെന്താ ഇത്ര അഹങ്കാരം എന്ന് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ? ആദ്യം അധ്യാപകർ മനസ്സിലാക്കേണ്ടതല്ല, എന്നെക്കാട്ടിൽ വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയുള്ള ഒരു സമൂഹത്തിലാണ് എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അവന് ഈ വരുമ്പോൾ അവൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ടെക്നോളജികൾ അവൻ മനസ്സിലാക്കുന്നു, ഓടിച്ചാൻ പോവുകയാണ്. അടുത്തത് എന്താണ് ഇതെങ്ങനെയാണ് സൺഡേ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുന്നത്? അതായത് അധ്യാപക വിദ്യാർത്ഥി ബന്ധം, സമകാലീന ചിന്തനം എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ സമകാലീന പുനർചിന്ത എന്നുള്ള ടോപ്പിക് നമ്മൾ സൺഡേ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് സൺഡേ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ചോദിക്കാം. ഞാൻ ഗവേഷണം ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ പഠന മേഖലകൾ, എൻ്റെ ബിരുദാനന്ദ ബിരുദങ്ങളൊക്കെ ചരിത്രത്തിലാണ്, ഹിസ്റ്ററിയിലാണ്. നമ്മുടെ ഡയറക്ടർ സുരേഷ് ദേവദാസിന്റെ ഫിസിക്സിലാണ്, ഭൗതിക ശാസ്ത്രത്തിലാണ്. ശ്രേഷ്ഠ ദേവദാസിന്റെ ബിരുദം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ്. ഇപ്പോഴും അദ്ദേഹം ചരിത്രത്തിൽ ബിരുദാനന്ദ ബിരുദം എടുക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും ജനറേഷൻ പ്രായമായിട്ടും അധ്യാപന പഠനത്തോടുള്ള താല്പര്യം ദൈവം അനുഗ്രഹിക്കേണ്ട. ഇതൊക്കെ റോൾ മോഡലാണ് നമ്മുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഞാൻ പറയുകയാണ്. അപ്പോൾ
ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതിമനോഹരമാകുന്ന ഒരു സാഹിത്യം രാവിലെ ഒരു കടപ്രസംഗത്തിൽ നമ്മൾ കേട്ടു. അപ്പൊ അതിമനോഹരമായ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ പാസ്റ്റർ പുലിയാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഈ പിന്നെ സുരേഷ് ചാൻ്റെ വിഷയം പറഞ്ഞ ഭൗതികശാസ്ത്രമാണ്. യങ് സയന്റിസ്റ്റായിട്ട് അവാർഡ് കിട്ടി. അപ്പൊ അദ്ദേഹം അവരവരുടെ മേഖലകളിൽ ബിരുദാനന്ദ ബിരുദം എടുത്താണ്. അവർക്ക് സാഹിത്യ മേഖലയിൽ പാസ്റ്റ് നല്ല രീതിയിൽ പിന്നെ പ്രഗത്ഭനാണ്. ഭൗതിക ശാസ്ത്രത്തിൽ സുരേഷ് ചാൻ പിന്നെ അതിൻ്റെതായ അറിവുകളുണ്ട്. ഞാൻ ചരിത്രത്തിൽ അപ്പൊ ചരിത്ര രേഖകളും സമൂഹം എങ്ങനെയായിരിക്കണം, സൊസൈറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബോർഡ് മെമ്പർ സതീഷ് തങ്കച്ചന്റെ മാസ്റ്റർ ബിരുദം സോഷ്യൽ വർക്കാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെ ഓരോരുത്തരും ഒരേ മേഖല, ഓരോ വ്യത്യസ്ത മേഖലയാണ്. അതായത് അവനവന്റെ വിദ്യാഭ്യാസ മേഖല ഏതാണോ അവിടെയാണ് നമ്മൾ അവിടുത്തെ ഉള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പൊ ഹിസ്റ്ററി ഉള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷെ ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ ചെന്നാൽ എനിക്ക് അത്രയും കാര്യം അറിയത്തില്ല. പിന്നെ ഫിസിക്സിൽ സുരേഷ് ചന്ദ് മാസ്റ്റർ ആയിരിക്കാം, പക്ഷെങ്കിൽ സാഹിത്യത്തിന്റെ അത്രയും പിന്നെ അവബോധം അല്ലെ അതിനെക്കുറിച്ച് അത്രയും അറിവ് പിന്നെ മാസ്റ്റർ അത്രയും അറിവ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സുരേഷ് ചന്ദ്, അത് ലോക സാഹിത്യമാണ്, അതിനകത്തൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത് എന്നാൽ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്, വിശുദ്ധ ബൈബിൾ കഴിഞ്ഞ നാളിൽ സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും, ചരിത്ര വസ്തുതകളും ഭൗതിക ശാസ്ത്രങ്ങളും സാഹിത്യങ്ങളും എല്ലാം അടങ്ങിയ വിശുദ്ധ പുസ്തകമാണ്. ഇതെത്ര പേര് വിശ്വസിക്കുന്നത്? നാം സ്തുതിച്ചാട്ടെ. ഇത് ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയാണ്, സർവ്വവിജ്ഞാനകോശമാണ്. ഇത് ഏറ്റവും വലിയ എല്ലാ തിയറികളുടെയും എല്ലാ ചരിത്രങ്ങളുടെയും ബുക്കാണ് ഈ വേദപുസ്തകം. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ടിരിക്കുന്നു. ബയോളജിക്കലായിട്ടും ഭൗതിക ശാസ്ത്രപരമായും ശാസ്ത്രപരമായിട്ടും സാഹിത്യപരമായിട്ടും എല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ബെസ്റ്റ് ഉദാഹരണമല്ലേ സാഹിത്യത്തിന് മാസ്റ്റർ പറഞ്ഞ ചെറുകഥകൾ, അതിന് ഉദാഹരണമല്ലേ ഈ പുസ്തകം. അപ്പൊ എല്ലാം അടങ്ങിയ ഈ വിശുദ്ധ വേദപുസ്തകം പഠിക്കുക എന്ന് നിന്റെ ജീവിതത്തിൽ കിട്ടിയത് മഹാഭാഗ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവനാമത്തെ സ്തുതിച്ചാട്ടെ. ഇത്രയും വലിയൊരു എൻസൈക്ലോപീഡിയ പഠിപ്പിക്കുവാൻ, അതായത് മറ്റുള്ള ലോക വിദ്യാഭ്യാസം ഒരേ മേഖലകളിലേക്ക് മാത്രം വിരഞ്ഞോടുമ്പോൾ നിനക്ക് ഇതിന്റെ സകലമാന ഇത്രയും വലിയൊരു എൻസൈക്ലോപീഡിയ പഠിപ്പിക്കുവാൻ പാവപ്പെട്ട നിന്നെ ദൈവം ഉയർത്തിയത് അതൊരു മഹത്തായ കാര്യമാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സിലായോ സൺഡേ സ്കൂൾ അധ്യാപകന്റെ പ്രത്യേകത? മനസ്സിലായോ? ഏതെങ്കിലും ആഴൂരിന്റെയോ കോട്ടയത്തിന്റെയോ എഴുമറ്റൂരിന്റെയോ പ്രാന്തപ്രദേശങ്ങളിൽ 10, 20, 15 കുടുംബങ്ങൾ മാത്രം കൂടുന്ന സഭകളിലെ 4, 3, 7 കുട്ടികളുടെ അധ്യാപകനാണ് എന്ന് പറഞ്ഞ് പിന്നോട്ട് വരികാനല്ല, ഇത്രയും വലിയൊരു എൻസൈക്ലോപീഡിയ പഠിപ്പിക്കുവാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. ആ ബോധ്യം നിങ്ങൾ അത് ഉൾക്കൊണ്ട്, ആ ബോധ്യം ഉൾക്കൊണ്ട് കണ്ട സൺഡേ സ്കൂളിനോടുള്ള നമ്മുടെ ഈ മാറ്റമൊക്കെ മാറും, സൺഡേ സ്കൂളിനോടുള്ള വൈമുഖ്യമൊക്കെ മാറും. പെട്ടെന്ന് ഓടിച്ചു പോട്ടെ. ഇതാണ് സൺഡേ സ്കൂളിന്റെ അല്ലെ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഈ പിന്നെ കണക്ട് ചെയ്യുന്ന അധ്യാപക വിദ്യാർത്ഥി ബന്ധം സൺഡേ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇത് പഠിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അടുത്ത എന്താണ് സൺഡേ സ്കൂളിന്റെ ചരിത്രം? സൺഡേ സ്കൂൾ എന്താണെന്നുള്ളതാണ് നമ്മൾ, അത് നിങ്ങളുടെ ടീച്ചിങ് നോട്ടിനകത്ത് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ നോക്കുക. സൺഡേ സ്കൂളിന്റെ ചരിത്രം എന്താണ്? സൺഡേ സ്കൂളിന്റെ ചരിത്രം എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ എങ്ങനെ ഈ ചരിത്രം കൊണ്ട് വരുന്നത് അത് ശ്രദ്ധിക്കണം. WME സൺഡേ സ്കൂളിന്റെ അധ്യാപകനായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. സൺഡേ സ്കൂളിന്റെ ചരിത്രം അറിഞ്ഞിരിക്കണം. കാരണം നാളെ നിങ്ങളോട് ഒരാളെ ചോദിക്കാം, നിങ്ങൾ അധ്യാപകനല്ലേ, എങ്ങനെ ഈ സൺഡേ സ്കൂൾ ഉണ്ടായത്, ഈ എന്തിനു വേണ്ടി ഈ സൺഡേ സ്കൂൾ ഉണ്ടായത്, ഇത് നിങ്ങൾ വെറുതെ പിള്ളേരെ രാവിലെ ചുമ്മാ വേറെ പണിയൊന്നുമില്ലേ? അപ്പോഴതല്ല, ഇതിന്റെ ചരിത്രം വ്യക്തമായി പറയുവാൻ നിങ്ങൾ തയ്യാറാകണം. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലാണ് സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. അതായത് 1780 കാലഘട്ടങ്ങളിൽ ബ്രിട്ടനിലാണ് ഈ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. ഈ സൺഡേ സ്കൂൾ ആരംഭിക്കുന്ന സമയത്ത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതായത് പിന്നെ ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് 1760 നടന്ന വ്യവസായിക വിപ്ലവം. വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നത് അന്ന് വരെ സമൂഹത്തിലുണ്ടായിരുന്നത് കൈകൊണ്ട് നൂത്തതുമായുള്ള വ്യവസായ ഉൽപ്പന്നങ്ങളായിരുന്നു. അതായത് പിന്നെ ഫാക്ടറികൾ വന്നിട്ടില്ല. അവനവന്റെ കഴിവുകളനുസരിച്ചുള്ള പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം വ്യവസായ വിപ്ലവം എന്താണെന്ന്. ചരിത്രത്തിൽ 10ാം ക്ലാസ് വരെയുള്ള പഠനങ്ങളിൽ നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്നതാണ് വ്യവസായ വിപ്ലവം. അപ്പോൾ വ്യവസായ വിപ്ലവം 1760 പിന്നെ വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നത്. ഈ വ്യവസായ വിപ്ലവം ഉണ്ടായപ്പോൾ ധാരാളം ഫാക്ടറികൾ ലോകമെമ്പാടും ഉണ്ടായി. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ലോകത്തുണ്ടായി.
ഈ ലോകത്തുണ്ടായപ്പോൾ ഈ കുടിൽ വ്യവസായത്തിൽ നിന്ന്, അതായത് അന്ന് വരെ കൈകൊണ്ടും ഒക്കെയുള്ള അവരുടെ ടെക്നോളജി ചെറിയ ചെറിയ മെഷീൻസ് ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് പവർ എഞ്ചിൻ കണ്ടുപിടിക്കുന്നു, വൈദ്യുതിയെ കണ്ടുപിടിച്ച് സ്റ്റീം എഞ്ചിൻ, അതായത് തീവണ്ടിയൊക്കെ വരുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം വികസിക്കുന്നു. അങ്ങനെ വളരെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഈ 1760 കാലഘട്ടങ്ങളിൽ. ഈ സമയത്ത് കുഞ്ഞുങ്ങളും പ്രായമായവരെല്ലാം ജോലിക്ക് വേണ്ടി ഫാക്ടറികളിലേക്ക് പോകാൻ തുടങ്ങി. 1760 ശേഷം മനസ്സിലാവുന്നത് ഇല്ലെങ്കിൽ 1760 വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നു. അത് 18-ാം നൂറ്റാണ്ട് വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നു. അപ്പോൾ ഫാക്ടറികൾ പല സ്ഥലത്ത് വ്യാപിക്കുന്നു. ഈ ഫാക്ടറികളിലേക്ക് ധാരാളം കുഞ്ഞുങ്ങളും പ്രായമായവരെല്ലാവരും ജോലിക്ക് വേണ്ടി പല സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുകയൊക്കെ ചെയ്യുന്നു. അന്നത്തെ ഒരു ജോലി വളരെ വിപ്ലവം, വ്യാവസായിക മുന്നേറ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കഷ്ടം നിറഞ്ഞൊരു സമ്പ്രദായമാണ്. കാരണം 12 മണിക്കൂർ ഒരാൾ ജോലി ചെയ്യണം, ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്യണം. യാതൊരു വിധമാകുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സും ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ കൊടുക്കാത്തൊരു കാലം, മാനുഷിക പരിഗണന കൊടുക്കാത്തൊരു സമയമാണ് ആ സമയം. അപ്പം ഈ 1760 നിന്നപ്പോൾ ഈ സൺഡേ സ്കൂള് 18th സെഞ്ചുറി 1760 തുടങ്ങുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ആംഗ്ലിക്കൻ ഇവാഞ്ചലിസ്റ്റായ റോബർട്ട് റെയ്റ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു ദൈവ വെളിപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു മുൻകാഴ്ച ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞു, സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്, അല്ലെ സൺഡേ സ്കൂൾ എല്ലാവരും പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം. അന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഫാക്ടറിയിലോട്ട് പോയല്ലേ, അവർക്കൊന്നും പഠിക്കാനൊന്നും, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊന്നും വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായി, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുള്ള ആശയമായിട്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഈ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണമെങ്കിൽ ഈ പിള്ളേരെല്ലാം പൈസ കിട്ടുന്നതുകൊണ്ട് ഫാക്ടറിയിലേക്ക് പോകല്ലേ. അപ്പോൾ അതിന് കണ്ടെത്തിയ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഈ ഞായറാഴ്ച ദിവസം, അതായത് 18th സെഞ്ചുറി 1760 കാലഘട്ടങ്ങളിൽ, ഈ 80 കാലഘട്ടങ്ങളിൽ ഇത് സൺഡേ സ്കൂൾ തുടങ്ങിയപ്പോൾ ആദ്യം ഇവരെ എഴുതാനും വായിപ്പിക്കാനാണ് പഠിപ്പിച്ചത്. എഴുതാനും വായിപ്പിക്കാനും പഠിപ്പിച്ചു. അത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ബ്രിട്ടൻ്റെയും ഉള്ള സ്ഥലങ്ങളിൽ 18ാം സെഞ്ചുറിയുടെ അവസാന ഭാഗത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 19ാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴത്തേക്കും ലോകത്തെല്ലാവരും സൺഡേ സ്കൂൾ വ്യാപിക്കുകയാണ്. പല രാജ്യങ്ങളിലേക്കും, നമ്മുടെ റിജി മസ്രത്ത് പറഞ്ഞ പോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്ക് സൺഡേ സ്കൂൾ വ്യാപിക്കുകയാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യാൻ പഠിപ്പിക്കുന്നു, എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി, അതായത് 1870 ഏകദേശം സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത് 1780 സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. സൺഡേ സ്കൂൾ ആരംഭിച്ച് 90 വർഷങ്ങൾക്ക് ശേഷം 1870 ലോക രാജ്യങ്ങൾ തീരുമാനമെടുക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം. മനസ്സിലായോ? നിർബന്ധിത, അതായത് ഫാക്ടറി പോക്ക് നിർത്തിയിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ചെയ്യണം, ഫസ്റ്റിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുള്ളൊരു തീരുമാനം ലോക രാജ്യങ്ങൾ എടുക്കുന്നത് 1870. അതായത് സൺഡേ സ്കൂൾ 1780 ആരംഭിക്കുന്നു. അതിനുശേഷം 90 വർഷങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസത്തിലെ കുഞ്ഞുങ്ങൾ കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിത വിദ്യാഭ്യാസം വരികയാണ്. അപ്പോഴത്തേക്ക് ഈ നിർബന്ധിത വിദ്യാഭ്യാസം വന്നപ്പോൾ